ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. സച്ചിയുടെയും രേവതിയുടെയും എന്തായാലും രണ്ടുപേർക്കും വേണ്ടി നമ്മുടെ മുത്തശ്ശി ഒരുപാടങ്ങ് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ മുരിങ്ങമരത്തിലുള്ള ഇലയും അതുപോലെ കായും ഒക്കെ കൊണ്ട് മുത്തശ്ശി ഒരുപാട് കഷ്ടപ്പെട്ട് ഫുഡും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒക്കെ കൊടുത്തു. ഇതൊക്കെ ഫലം കാണുമെന്ന് അറിയണ്ടേ, അതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് നമ്മുടെ അച്ചമ്മയുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി. പക്ഷേ രേവതിയും സച്ചിയും ആണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണേറ് നടത്തിയെന്നല്ലാതെ അവിടെ വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മുത്തശ്ശി കാണുന്ന കാഴ്ച രേവതി നിന്നും വിറ്റടിക്കുന്ന കാഴ്ചയാണ്. അപ്പോഴേ മുത്തശ്ശി ചിന്തിച്ചു, ഈശ്വര, അപ്പം ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ടത് മുഴുവനും വെള്ളത്തിലായോ? ഇതെന്താ ഒന്നും നടന്നില്ലേ എന്നുള്ള രീതിയിൽ മുത്തശ്ശി റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ സച്ചിയെയും രേവതിയെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നമ്മുടെ മുത്തശ്ശി റൂമിലിരുന്ന ആ ഒരു പായൊക്കെ എടുത്ത് മാറ്റിയത്. പക്ഷേ പായില്ലെങ്കിലും സച്ചിക്ക് അതൊന്നും ഒരു വിഷയമല്ല. സച്ചി അവിടെ കിടക്കുന്ന കിടപ്പ് മുത്തശ്ശൻ്റെ ഒരു മുണ്ടൊക്കെ വിരിച്ച് അതിൻ്റെ മേലിലാണ് പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങിയത്. അപ്പം ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വന്നു. അങ്ങനെ നമ്മുടെ അച്ചമ്മയാണെങ്കിൽ നേരെ ചെന്നിട്ട്, ഇവനതേ കണ്ടില്ലേ, ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടതാണ്, എന്നിട്ടിപ്പോൾ ഉണ്ടായത് ഇങ്ങനെയായി പോയല്ലോ ദൈവമേ, ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ സംസാരിച്ച് പിറുപിറുത്ത് ഈ ചെറുക്കൻ ഇങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ ഇരുന്നൊരു ഗ്ലാസ് എടുത്ത് താഴെ ഇടുകയാണ്. അപ്പം ഗ്ലാസ് വീണ ഒച്ച കേട്ടപ്പം സച്ചി അങ്ങ് ഞെട്ടിച്ചാടി എഴുന്നേറ്റ പാടെ തന്നെ, എൻ്റെ പൊന്നച്ചമ്മ, ഇച്ചിരി നേരം കൂടെ ഞാനൊന്ന് കിടക്കില്ലായിരുന്നോ? അച്ചമ്മയ്ക്ക് എന്താണ്? ദേ മോനെ, നീ എന്താ ഇങ്ങനെ താഴെ കിടന്നത്? അതെ അച്ചമ്മ, ഒരുപാട് രാത്രിയായില്ലേ, രാത്രി ആയപ്പോഴത്തേക്കിനും ഞാൻ എങ്ങനെയാപ്പോൾ രേവതിയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത്? അത് കാരണം ഞാൻ ഇവിടെ അലമാരി തപ്പി നോക്കിയപ്പം മുത്തശ്ശൻ്റെ ഒരു മുണ്ട് കണ്ടു. ആ മുണ്ടെടുത്ത് താഴെ വിരിച്ചു. ഇതിപ്പം കെട്ടിപ്പിടിച്ച് കിടന്നപ്പോഴത്തേക്കിനും എൻ്റെ അച്ചച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫീല് തന്നെയാണ് എനിക്ക് തോന്നിയതെന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, അച്ചച്ചൻ, ദേ മനുഷ്യ, നിങ്ങൾ ഒറ്റൊരുത്തൻ കാരണമാണ് നിങ്ങൾക്ക് ഈ ചെറുക്കന് നല്ല ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ മേലെ എന്നുള്ള രീതിയിൽ നമ്മുടെ അച്ചമ്മ ആ ആകാശത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ, എൻ്റെ പൊന്നച്ചമ്മ, ഇപ്പം തന്നെ ഞാൻ എഴുന്നേക്കണോ? നീ ഇപ്പം തന്നെ എഴുന്നേറ്റേ പറ്റുള്ളൂ. എഴുന്നേക്കണമെന്ന് പറയുമ്പോൾ എന്നാ ഒരു കാര്യം ചെയ്യും, അച്ചമ്മയുടെ സ്പെഷ്യൽ കോഫി അതെനിക്ക് ഇട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സച്ചിക്കുട്ടൻ കൊഞ്ചും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ അച്ചമ്മ കിളി പാവാണല്ലോ, പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ സച്ചിയാണെങ്കിലോ ആ കിടക്കപ്പായെന്നൊക്കെ എഴുന്നേറ്റിട്ട് ആ മുണ്ടെടുത്ത് നമ്മുടെ അച്ചമ്മയെ കൂടി കൂട്ടി അങ്ങ് പുതപ്പിക്കുകയാണ്. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, എൻ്റെ കെട്ടിയവൻ്റെ മുണ്ടല്ലേ, ഇങ്ങ് തന്നേക്കെന്നും പറഞ്ഞ് പുള്ളിക്കാരി അതങ്ങ് തട്ടിപ്പറിക്കുകയാണ്. അച്ചമ്മതേ, എനിക്ക് പെട്ടെന്ന് തന്നെ കോഫി ഉണ്ടാക്കണം, ഞാൻ ദാ വേഗം പോയി പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി എളുപ്പം വരാമെന്നും പറഞ്ഞ് അവൻ അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പം പോകുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ ഇതാ മുറ്റോടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കോലമൊക്കെ ഇടുമല്ലോ പുള്ളിക്കാരി, ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനും, എന്താ അച്ചമ്മ ഇവിടെ എന്താ ഒരു ബഹളമെന്ന് ചോദിക്കുമ്പം, എൻ്റെ പൊന്നു മോളെ, എന്ത് ചെയ്യാനാ, ഇവന് നല്ല ബുദ്ധിയൊന്നും തോന്നിക്കുന്നില്ലല്ലോ, ഈശ്വരനോടും അതുപോലെ എൻ്റെ കെട്ടിയവനോടും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പം, ദേ ഇപ്പം തന്നെ അവന് കോഫി വെക്കണമെന്നും പറഞ്ഞിട്ട് അവൻ പോയിരിക്കുന്നത്. അച്ചമ്മ വിഷമിക്കേണ്ട, സച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ കോഫി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് കയറാൻ പോകുമ്പോൾ ഉടനെ സച്ചി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, ദേ എനിക്ക് എൻ്റെ അച്ചമ്മ തന്നെ ചായ ഉണ്ടാക്കി തന്നാൽ മതിയെന്നും പറഞ്ഞ് സച്ചി അച്ചമ്മയെ തന്നെ നിർബന്ധിച്ച് വിടുമ്പം, ദേ വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം ഒന്ന് കണ്ടുപഠിച്ചാൽ ഒരുപാട് ഗുണം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശി കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. വന്നപ്പോൾ തന്നെ നമ്മുടെ രേവതിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോളെ, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും, എന്തായാലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം, അത് തന്നെയാണ് അച്ചമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ രേവതിയെ ചിട്ടപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ഇതാ നമ്മുടെ സച്ചി ആണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് അവനിങ്ങ് വന്നപ്പം കോഫിയൊക്കെ ചൂടോടുകൂടി തന്നെ അച്ചമ്മ കൊടുത്തു. അങ്ങനെ അവർ സംസാരിക്കുമ്പം, മോനെ, ദേ ഇനിയിപ്പോൾ നീ കുറച്ച് ദിവസത്തേക്ക് ജോലിക്കൊന്നും പോകാനൊന്നും നിൽക്കണ്ട, നീ അച്ചമ്മ പറയുന്നത് പോലെ ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്യും. അവിടെ പുതിയതായിട്ട് കല്യാണം കഴിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ മോനും മോളും കൂടി എളുപ്പം തന്നെ റെഡിയായിക്കോ, അമ്പലത്തിൽ പോയിക്കോളൂ എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് യുടെയും സുധിയുടെയും വിവാഹ നിശ്ചയമൊക്കെ ആണല്ലോ. അപ്പം അതിൻ്റെ ക്ഷണക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു ചടങ്ങാണ്. അത് ക്ഷേത്രത്തിൽ വെച്ച്
വെച്ചാണ് നടത്തുന്നത്. ആ ചടങ്ങിൽ നമ്മുടെ രവിയും ചന്ദ്രമതിയും അതുപോലെ ഭാമയും ശ്രുതിയുടെ വീട്ടിൽ നിന്ന് മറ്റാരും ഇല്ലല്ലോ, ശ്രുതിയുടെ കൂട്ടുകാരിയുണ്ട്, അവരും ഒക്കെ കൂടിയാണ് നടത്തുന്നത്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ഈ താലം ഇത് ആരുടെ കയ്യിലേക്ക് കൊടുക്കുമെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോൾ രവി പറയുന്നുണ്ട്, സാധാരണ ഇത് ഏറ്റുവാങ്ങേണ്ടത് പെണ്ണിന്റെ അച്ഛൻ തന്നെയാണ്. എന്തായാലും മോളുടെ അച്ഛൻ കല്യാണത്തിനെങ്കിലും എത്തുമോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അത് എൻ്റെ അച്ഛൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ആ മനുഷ്യൻ്റെ കാര്യമൊന്നും ആലോചിക്കാനേ എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഇനി എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഇത് തന്നെയാണ് എൻ്റെ അച്ഛനും ഇതെൻ്റെ അമ്മയും ഒക്കെയാണ്, നിങ്ങൾ തന്നെയാണ് എൻ്റെ ഫാമിലി എന്നുള്ള രീതിയിലൊക്കെ ഇവള് സംസാരിക്കുമ്പം എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടല്ലോ. എന്തായാലും കല്യാണത്തിന് ശേഷം മോളുടെ അച്ഛനെ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാം, മോള് വിഷമിക്കുമൊന്നും വേണ്ടാതും പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ താലം നമ്മുടെ ശ്രുതിയുടെ കൈക്കലേക്ക് കൊടുത്തു. അപ്പൊ ശ്രുതിക്ക് വളരെയധികം സന്തോഷമായി. അതിൽ നിന്നും അവൾ ആ കല്യാണ ലെറ്റർ എടുത്ത് വെച്ച് വായിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം. ഏറ്റവും അധികം നമ്മുടെ ശ്രുതി ആഗ്രഹിച്ചിരുന്നതാണല്ലോ. ശ്രുതിയാണെങ്കിലോ ചന്ദ്രയെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്താ മോളെ, നിനക്ക് സന്തോഷം വന്നിട്ടാണോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം അതെ അമ്മ, ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് കിട്ടാനേ ഇല്ല, നിങ്ങൾ തന്നെയാണ് എൻ്റെ യഥാർത്ഥ അമ്മയെന്നും പറഞ്ഞ് ചന്ദ്രയുടെ കവിളിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ രവി പറയുന്നുണ്ട്, ദേ ചന്ദ്രൻ, എനിക്കിന്ന് ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്, ആ പെൻഷനൊക്കെ എന്തായെന്ന് അറിയണമല്ലോ, അതിനുവേണ്ടി ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലേ വീട്ടിലേക്ക് വന്നേക്ക് കേട്ടോ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടുന്ന് പോകുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയും അതുപോലെ ഭാമയും കൂടി അവിടെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭാമയാണെങ്കിലോ നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട്, ദേ ശ്രുതിയെ നിനക്ക് മരുമകളായിട്ട് കിട്ടിയത് അത് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ചന്ദ്രേ. ഇത്രയും കാശുള്ള വീട്ടിലെ കൊച്ചായിട്ടും അതിൻ്റെ എന്തെങ്കിലും ഒരു അഹങ്കാരം അവൾക്കുണ്ടോ? പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് ഭാമേ? എന്തായാലും നിനക്ക് ഇങ്ങനെ മുഖവിരയില്ലാണ്ട് എന്നോട് കാര്യങ്ങൾ പറയാമല്ലോ, എന്തായാലും പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഭാമ പറയുക, അതെ നീ എന്തായാലും നിന്റെ മരുമകളായിട്ട് ശ്രുതി വരുമ്പോഴത്തേക്കിനും അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുക്കണമല്ലോ. നീ എന്താ ഈ ഉദ്ദേശിക്കുന്നത്? എടി, നമ്മൾ അവളുടെ വീട്ടിൽ നിന്ന് ആരും സഹകരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവൾക്കൊരു 10 പവൻ്റെ സ്വർണ്ണമെങ്കിലും കൊടുക്കണ്ടേ? ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി അമ്പരന്ന് നിൽക്കുകയാണ്. നീ എന്താ ഭാമ ഈ പറയുന്നത്? 10 പവൻ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയാണ്? അതൊക്കെ നമ്മൾ എവിടുന്ന് ഉണ്ടാക്കാനാ? അല്ലെങ്കിൽ തന്നെ ഞാൻ അവൾക്കിപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. നിനക്കറിയാലോ, രവിയേട്ടൻ പോലും അറിയാണ്ടാണ് ഞാൻ ആ പൈസയൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ പൈസയുടെ കാര്യങ്ങളൊന്നും പറയല്ലേ, എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ എടി അങ്ങനെയല്ല, ഇനിയിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു, മലേഷ്യയിലുള്ള അവളുടെ അച്ഛൻ വരുമ്പോഴത്തേക്കിനും നീ ഇതൊക്കെ കൊടുത്തെന്ന് അറിയുമ്പം അവർ കനത്തിൽ എന്തെങ്കിലും സ്ത്രീധനമൊക്കെ തരുവടി, നീ അതോർത്ത് ചിന്തിച്ച് നോക്ക്. അപ്പം ഇപ്പം കൊടുക്കുന്ന ആ 10 പവനൊന്നും വലിയ കാര്യമൊന്നും അല്ല. അതുകൊണ്ട് അതുണ്ടാക്കാനുള്ള കാര്യങ്ങൾ നീ എങ്ങനെയും നോക്ക്. എടി, അതിപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യും? അതിപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ. പുള്ളിക്കാരൻ്റെ പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ മുഴുവൻ തുകയും അതും ഈ മകന് വേണ്ടി മാത്രം ചിലവാക്കി കഴിഞ്ഞാൽ എനിക്ക് മറ്റു 2 മക്കളും കൂടി ഉണ്ടല്ലോ, അവന്മാർ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്ക് ഒരു നല്ല സൂപ്പർ ഐഡിയ നമ്മുടെ ഭാമ പറഞ്ഞു കൊടുക്കുകയാണ്. എടി, പണം കായ്ക്കുന്ന ഒരു മരം ഉണ്ടല്ലോ, നിന്റെ 2ാമത്തെ മകൻ പോയിരിക്കുന്നത് നിന്റെ അമ്മായിയമ്മയുടെ അടുത്തേക്കാണല്ലോ, പുള്ളിക്കാരിയോടൊന്ന് സോപ്പിട്ട് സംസാരിച്ച് നോക്ക്, എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നീ തന്നെ പറഞ്ഞതാണല്ലോ അവർക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉള്ളതാണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണ് പുള്ളിക്കാരി ജീവിക്കുന്നത് എന്നൊക്കെ. അതുകൊണ്ട് നീ തന്ത്രപൂർവ്വം രവിയേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ അതെന്തായാലും കൊള്ളാം, അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ കല്യാണക്കുറി കയ്യിൽ കിട്ടിയ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. അവൾ തൻ്റെ കൂട്ടുകാരിയോട് ഈ സന്തോഷമൊക്കെ പങ്കുവെക്കുമ്പം അവൾ പറയുന്നുണ്ട്, ദേ നീ കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ് മോളെ. ഇനി എപ്പോഴാണാവോ നിന്റെ അച്ഛൻ മലേഷ്യക്കാരനല്ലെന്നും നിന്റെ അച്ഛൻ ഈ ഭൂമിയിൽ പോലും ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള കാര്യവും നിനക്കൊരു കൊച്ചുള്ള കാര്യമൊക്കെ ഇവരറിയുന്നത്. അവരതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ കാണിച്ചു കൂട്ടുന്നതെല്ലാം വെറുതെ ആയി പോവും. അതുകൊണ്ട് എല്ലാം ഒന്ന് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം കേട്ടോ എന്നൊക്കെ കൂട്ടുകാർ ഉപദേശിക്കുകയാണ്. അപ്പം ശ്രുതിയാണെങ്കിലോ, എടി എന്ത് കാര്യം വന്നാലും അതൊക്കെ ഞാൻ അപ്പം ഫേസ് ചെയ്തിരിക്കും, നീ എന്തായാലും അതൊന്നും ഓർത്ത് പേടിക്കുമൊന്നും വേണ്ടാന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പതിയെ വീട്ടിലെത്തി രവിയെ സോപ്പിടാൻ തുടങ്ങുകയാണ്. അപ്പം രവിയേട്ടാ, നിങ്ങൾക്ക് ചായ എന്തെങ്കിലും വേണമെന്നും ചോദിച്ച് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അല്ല ചന്ദ്രൻ, എന്താണ് നിനക്കിന്ന് പതിവില്ലാത്തൊരു സ്നേഹം? നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്ന് രവി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ, അല്ല മനുഷ്യ, സുധിയുടെ കല്യാണം ആയല്ലോ,
അപ്പം നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതണമല്ലോ. എടി, അതിന് നീ വിചാരിക്കുന്നത് പോലെ അതിനു വേണ്ടി പൈസയൊന്നും വേണ്ടല്ലോ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടത്തുന്നത്. പിന്നെ അടുത്തുള്ള ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് കുറച്ച് ആൾക്കാരെ വിളിച്ച് ഫുഡും കൊടുക്കുന്നു. അതിനിപ്പോൾ അധികം വലിയ പൈസയൊന്നും ആവില്ലല്ലോ. അതല്ലെന്നേ, താലിമാലയും അതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യണമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൈ കരുതണ്ടേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ, അല്ല ചന്ദ്രേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊക്കെ ചുരുങ്ങിയ രീതിയിൽ തന്നെ ചെയ്യണം. അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം കൂടി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതെ, നമ്മൾ ശ്രുതിക്ക് 10 പവൻ്റെ സ്വർണ്ണമെങ്കിലും കുറഞ്ഞത് കൊടുക്കണ്ടേ? എടി, അതിന് നമ്മൾ എന്തിനാ അവർക്ക് കൊടുക്കുന്നത്? പെണ്ണും വീട്ടുകാരല്ലേ സാധാരണ സ്വർണ്ണമൊക്കെ ഇട്ട് പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കുന്നത്. നമ്മൾ താലിമാല ഉണ്ടാക്കണം, അതും ഡ്രസ്സും ഉണ്ടാക്കണം. ഇത്ര തന്നെയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അതെ, അവളുടെ അച്ഛൻ ഈ കല്യാണത്തിന് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളല്ലേ അവളെ സഹായിക്കാനായിട്ടുള്ളൂ. അപ്പം നമ്മൾ അറിഞ്ഞും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ നാളെ കാലത്ത് അത് നമ്മുടെ മകന് തന്നെയല്ലേ ഗുണം ചെയ്യുന്നത്. തങ്കക്കുടം പോലത്തെ ഒരു പെണ്ണിനെയല്ലേ നമുക്ക് മരുമകളായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് പാവൻ രവിനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. അപ്പം രവി ആണെങ്കിലോ, അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനൊക്കെ ഞാൻ എവിടെ പോകാനാണ്? 10 പവൻ്റെ സ്വർണം വാങ്ങാനൊക്കെ എത്ര ലക്ഷം രൂപയാവും? എൻ്റെ പൊന്നു ചന്ദ്ര, നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നീ ചിന്തിക്ക്. അപ്പം പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? നിങ്ങളുടെ പെൻഷൻ പൈസ വരികയാണെങ്കിൽ അതിൽ നിന്ന് എടുത്താലോ? എടി, പെൻഷൻ പൈസ തരാതെ അങ്ങേര് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അയാളോട് പെൻഷൻ പൈസയും ചോദിച്ച് അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല. അതിന് കാലതാമസമുണ്ട്. പിന്നെ നീ പറഞ്ഞ കാര്യം നടക്കും. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വീടിൻ്റെ പ്രമാണം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അത് കൊണ്ടുപോയി പണയം വെക്കാമെന്നും പറഞ്ഞ് രവി പ്രമാണം തപ്പാൻ ഇറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ, അയ്യോ വേണ്ട വേണ്ട, നമുക്ക് നമ്മുടെ വീടിൻ്റെ പ്രമാണമൊന്നും എടുത്ത് പണയനൊന്നും വെക്കണ്ട. എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു കാര്യം നടക്കുകയുള്ളൂ. നിങ്ങളുടെ അമ്മ വിചാരിച്ചാൽ നടക്കും. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? നിങ്ങൾ നാളെ തന്നെ അമ്മയെ പോയി ഒന്നുകൂടി കണ്ടിട്ട് അമ്മയോട് കാര്യങ്ങൾ പറയും. നിങ്ങളുടെ അമ്മ എന്തായാലും നിങ്ങളുടെ സങ്കടം കണ്ടാലും സഹായിക്കാതിരിക്കില്ല. അപ്പം അങ്ങനെയാണ് മനസ്സിലിരിപ്പല്ലേ? അതെ, നടക്കില്ല ചന്ദ്രൻ. നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ അമ്മയെ കൊണ്ട് സാധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അമ്മായിയമ്മയും മരുമകളും കൂടി ആയിക്കോ. അല്ലാതെ ഇടയ്ക്ക് എന്നെ പിടിച്ചിടണ്ടെന്നും പറഞ്ഞ് രവി ആണെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ ചന്ദ്രയോട് പറയുകയാണ്. ചന്ദ്രമതി ആണെങ്കിലോ, അപ്പം ഞാൻ എങ്ങനെ പോവാനാണ്? എനിക്ക് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോകുന്നതേ ഇഷ്ടമല്ല. അതെല്ലാം മനസ്സിലാക്കി തന്നെയല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അതെ ചന്ദ്രേ, നിനക്ക് കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷേ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കാൻ നിനക്ക് പറ്റില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നടക്കണ്ട. 10 പവൻ്റെ സ്വർണം ശ്രുതി ഇടണ്ടെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയൊക്കെ സംസാരിച്ചു. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയും കൂട്ടുകാരിയുമാണ്. അപ്പം ശ്രുതി ആണെങ്കിൽ ഫോണിൽ ഓരോ ഡിസൈൻസും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കല്യാണത്തിന് വേണ്ടുന്ന ആഭരണങ്ങളും അതുപോലെ തന്നെ സാരിയൊക്കെ പർച്ചേസ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് മോഡലും കാര്യങ്ങളും ഒക്കെ ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരി അങ്ങോട്ട് വരും. കൂട്ടുകാരിയെ കണ്ടതും ശ്രുതി പറയുന്നുണ്ട്, നീ ഈ ഡിസൈൻ ഒന്ന് നോക്കി, നല്ല സൂപ്പർ ആയിരിക്കും. ഇതൊക്കെ അണിഞ്ഞ് ഞാനിങ്ങ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവള് തൻ്റെ മനസ്സിലുള്ള ഡിസൈൻ അത് അവളെ കാണിച്ചു കൊടുക്കുകയാണ്. എടി, ഇത് ഇച്ചിരി കോസ്റ്റ് ആവുമല്ലോ, ഇത് നിന്റെ കയ്യിൽ നിൽക്കുമോ? നിന്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്ന് കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും, അയ്യേ, അതിന് ഇതൊന്നും ഞാനല്ലല്ലോടി വാങ്ങുന്നത്. ഇതൊക്കെ വാങ്ങുന്നത് എൻ്റെ ഭാവി അമ്മായിയമ്മയാണ്. ചന്ദ്രമതിയെ കൊണ്ട് ഇതെല്ലാം ഞാൻ വാങ്ങിപ്പിച്ചിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പം കൂട്ടുകാരിക്ക് ടെൻഷനായി. എൻ്റെ പൊന്നു ശ്രുതി, നീ ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് കടുങ്കൈ തന്നെയല്ലേ? അവര് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കൂട്ടുകാരെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയാണെങ്കിലോ, എൻ്റെ പൊന്നോ, നീ ഒന്ന് അടങ്ങ്. നീ ഇപ്പം ഇങ്ങനെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ നീ നേരെ പോയി അവരുടെ അടുത്ത് സത്യങ്ങൾ പറയുന്ന പോലെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുന്ന ശ്രുതിയെയും കൂട്ടുകാരിയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ വിശേഷം അവസാനിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്